എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇന്ത്യൻ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വേറെ ആരുമല്ല, മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ ബിപിൻ സിംഗ് ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. മികച്ച ഉറവിടങ്ങൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം എത്തിയെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതായത് മികച്ച സോഴ്സ് പ്രകാരം ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും എത്ര വർഷത്തെ കരാറിലേക്കാണോ ഇദ്ദേഹം എത്തിയതെന്നൊന്നും വ്യക്തമല്ല. ഏതായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഇവർ അറിയിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതിനു മുമ്പ് KL എഡിറ്ററായ ആശിഷ് നേഗി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു. ബിപിൻ സിംഗിനെ കൊണ്ടുവരാനായി കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏജന്റ് 5 കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെന്നാണ് ആശിഷ് നേഗി മുമ്പ് അദ്ദേഹത്തിന്റെ ലൈവിൽ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 5 കോടി കൊടുത്തുകൊണ്ടാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മികച്ചൊരു സൈനിങ് തന്നെയാണ്. രാഹുൽ KPയുടെ പകരക്കാരനായിട്ടാണ് ഈ താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയതെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും രാഹുൽ KPയുടെ ഒത്ത പകരക്കാരൻ തന്നെയാണ് ബിപിൻ സിംഗ് എന്നും നമുക്ക് നിലവിൽ പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ സൈനിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.